2024 മെയ് 19 ഞായർ. ഇന്ന് 1199 ഇടവം 5. വാർത്തകൾ വായിക്കുന്നത് ജി രവി. 3 ജില്ലകളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴ, റെഡ് അലർട്ട്. ഇന്നലെ മുതൽ ശക്തമായ മഴ തുടരുന്ന സംസ്ഥാനത്ത് 3 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. ഇന്നും നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് പ്രവചനം. തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഈ 2 ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലർട്ട് രാത്രി 8 മണിയോടെ റെഡ് അലർട്ടാക്കി പുതുക്കി. ഈ ജില്ലകളിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം 2 ദിവസത്തിനകം രൂപപ്പെടുന്നതിന് മുന്നോടിയായാണ് ഇപ്പോഴത്തെ മഴ. അതിതീവ്ര മഴയിൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും സാധ്യതയുണ്ടെന്ന് അതോറിറ്റി അറിയിച്ചു. ഗാസയിൽ ആക്രമണം രൂക്ഷം, 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ കമാൻഡർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസയിലെ റഫയിലും വടക്കൻ ഗാസയിലെ ജബാലിയയിലും തുടരുന്ന ശക്തമായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 24 മണിക്കൂറിനിടെ 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ പട്ടണത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിൻ്റെ കമാൻഡർ ഇസ്ലാം ഖമയാസേഹ് കൊല്ലപ്പെട്ടു. ഖമയാസേഹ് താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ മിസൈൽ ആക്രമണമുണ്ടായി. വടക്കൻ ഗാസയിലെ കമൽ അഡ്വാൻ ഹോസ്പിറ്റലിന് സമീപം പാർപ്പിട സമുച്ചയത്തിനു നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 22 പേരും, ജബാലിയയിൽ അൽ ഫലൂജ മേഖലയിൽ വെള്ളമെടുക്കാൻ പോയവർക്ക് നേരെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ 8 പേരും കൊല്ലപ്പെട്ടു. യുദ്ധം രൂക്ഷമായതോടെ റഫയിൽ നിന്ന് 6,30,000 പേരും വടക്കൻ ഗാസയിൽ നിന്ന് 1,00,000 പേരും പലായനം ചെയ്തു. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 35,386 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 79,366 പേർക്ക് പരിക്കേറ്റു. അതിനിടെ ചെങ്കടലിൽ യമൻ തീരത്ത് പനാമ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിനു നേരെ ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തി. കപ്പലിൽ ചെറിയ തീപിടുത്തമുണ്ടായെങ്കിലും അണച്ചു. റഫയിലെ ഇസ്രായേൽ ആക്രമണം തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ ഹേഗിലെ UN കോടതിയിൽ വാദം പൂർത്തിയായി. ഇതിനിടെ UN-ന്റെ പലസ്തീൻ അഭയാർത്ഥി സംഘടനയ്ക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ഓസ്ട്രേലിയ പിൻവലിച്ചു. ലോട്ടറി ടിക്കറ്റ് തട്ടിയെടുത്ത ലോട്ടറിക്കാരൻ പിടിയിൽ. കബളിപ്പിച്ചത് തൊപ്പിക്കച്ചവടം നടത്തുന്ന സ്ത്രീയെ. സമ്മാനം ലഭിച്ച ടിക്കറ്റ് തന്ത്രപൂർവ്വം കൈക്കലാക്കി. 1 കോടി രൂപ സമ്മാനമടിച്ച ഭാഗ്യക്കുറി ടിക്കറ്റ് വഴിയോര കച്ചവടക്കാരിൽ നിന്ന് തട്ടിയെടുത്ത ലോട്ടറി വിൽപ്പനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പേരൂർക്കട വയലരികത്ത് വീട്ടിൽ കണ്ണനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മ്യൂസിയം പരിസരത്ത് വഴിയിൽ തൊപ്പിക്കച്ചവടം നടത്തുന്ന കല്ലിയൂർ ദീപു സദനത്തിൽ സുകുമാരിയമ്മയെ കബളിപ്പിച്ചാണ് ടിക്കറ്റ് തട്ടിയെടുത്തത്. മെയ് 14-നാണ് കണ്ണൻ്റെ പക്കൽ നിന്ന് കേരള സർക്കാരിൻ്റെ 50-50യുടെ വ്യത്യസ്ത സീരീസുകളിലായി ഒരേ നമ്പറിലുള്ള 12 ടിക്കറ്റുകൾ സുകുമാരിയമ്മ വാങ്ങിയത്. 15-ന് നടന്ന നറുക്കെടുപ്പിൽ ഇതിലൊന്നിനായിരുന്നു 1 കോടി രൂപ സമ്മാനം. ഇക്കാര്യം സുകുമാരിയമ്മ അറിഞ്ഞില്ല. കണ്ണൻ സുകുമാരിയമ്മയെ അന്വേഷിച്ച് കണ്ടെത്തിയ ശേഷം 12 ടിക്കറ്റിന് 100 രൂപ വീതം സമ്മാനം അടിച്ചെന്ന് അറിയിക്കുകയും 500 രൂപ ഇവർക്ക് നൽകിയ ശേഷം ബാക്കി 700 രൂപയ്ക്ക് അടുത്ത ദിവസത്തെ ലോട്ടറി ടിക്കറ്റുകൾ നൽകുകയും ചെയ്തു. പിറ്റേന്ന് തനിക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് ഇയാൾ സുഹൃത്തുക്കൾക്ക് ലഡു വിതരണം ചെയ്തു. വിവരമറിഞ്ഞ സുകുമാരിയമ്മ കണ്ണൻ തിരിച്ചു വാങ്ങിയ FG 3488 22 ടിക്കറ്റിനാണ് സമ്മാനമെന്ന് ഫലം പരിശോധിച്ച ശേഷം കണ്ടെത്തി. തുടർന്ന് മ്യൂസിയം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. 1ാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് കണ്ണൻ ലോട്ടറി വകുപ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് 5ാം ഘട്ട പ്രചാരണം കഴിഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 5ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം സമാപിച്ചു. 8 സംസ്ഥാനങ്ങളിലെ 49 സീറ്റുകളിലേക്ക് നാളെയാണ് വോട്ടെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ചെറിയ ഘട്ടമാണ് ഇത്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ UP-യിലാണ്, 14. ഈ ഘട്ടത്തിലെ 13 സീറ്റുകളോടെ മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പ് പൂർത്തിയാവുകയും ചെയ്യും. +1 പ്രവേശനം 7 ജില്ലകളിൽ സീറ്റ് വർധന. എയ്ഡഡ് സ്കൂളുകളിൽ 10% മാർജിനൽ സീറ്റ് കൂടി.
സംസ്ഥാനത്തെ 7 ജില്ലകളിലെ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1-ന് 10% അധിക മാർജിനൽ സീറ്റുകൾ കൂടി അനുവദിക്കാൻ നീക്കം. നിലവിൽ അനുവദിച്ച 20% മാർജിനൽ സീറ്റിന് പുറമെയാണ് ഇത്. അധിക മാർജിനൽ സീറ്റ് വേണ്ട അടിസ്ഥാന സൗകര്യമുള്ള എയ്ഡഡ് സ്കൂളുകൾ നാളെ മുതൽ 24-ന് വൈകിട്ട് 4 വരെ ഏകജാലക സംവിധാനത്തിലൂടെ അപേക്ഷിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. ഇതോടെ ഈ സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റുകളാകും. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ എയ്ഡഡ് സ്കൂളുകൾക്കാണ് ബാധകം. ഈ ജില്ലകളിലെ സർക്കാർ സ്കൂളുകൾക്ക് 30% മാർജിനൽ സീറ്റുകൾ നേരത്തെ അനുവദിച്ചിരുന്നു. കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകളിലെയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെയും എല്ലാ സ്കൂളുകളിലും 20% മാർജിനൽ സീറ്റും അനുവദിച്ചു. KTU ബിടെക്കിന് പുതിയ പാഠ്യപദ്ധതി ഈ വർഷം മുതൽ. സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഈ വർഷം മുതൽ ബിടെക്കിന് പുതിയ പാഠ്യപദ്ധതി. AICTE മാതൃകയനുസരിച്ച് വിദഗ്ധ സമിതി തയ്യാറാക്കുന്ന പാഠ്യപദ്ധതിക്ക് ഉടൻ അന്തിമ രൂപമാകും. അടുത്ത മാസത്തോടെ ഓരോ വിഷയത്തിൻ്റെയും ബോർഡ് ഓഫ് സ്റ്റഡീസ് ചേർന്ന് പാഠ്യവിഷയങ്ങൾ തയ്യാറാക്കും. ജൂലൈ, ഓഗസ്റ്റിൽ ബിടെക് ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് അക്കാദമിക് കൗൺസിലും ബോർഡ് ഓഫ് ഗവേണൻസും പുതിയ പാഠ്യപദ്ധതി അംഗീകരിക്കും. എല്ലാ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും ഒരേ പാഠ്യപദ്ധതി എന്ന നിലവിലുള്ള രീതി മാറും. പകരം ഓരോ മേഖലയിലെയും വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് പാഠ്യപദ്ധതിയിലും പാഠ്യവിഷയങ്ങളിലും മാറ്റം വരുത്താനാകും. മൈനർ വിഷയങ്ങളും ഉണ്ടാകും. 7-8 സെമസ്റ്ററുകളിലായി 6 മാസം വരെ ഇന്റേൺഷിപ്പ് ചെയ്യാം. പാഠ്യവിഷയങ്ങൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് അറിയിച്ചു. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അപേക്ഷ 3 വരെ. കോട്ടയം തെക്കുംതലയിലെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസസ് ആൻഡ് ആർട്സിലെ 3 വർഷ PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം ജൂൺ 3 വരെ നീട്ടി. തിരക്കഥാരചനയും സംവിധാനവും, ഛായാഗ്രഹണം, എഡിറ്റിംഗ്, ഓഡിയോഗ്രാഫി, അഭിനയം, ആനിമേഷൻ ആൻഡ് വിഷ്വൽ ഇഫക്ട്സ് എന്നീ വിഷയങ്ങളിൽ 10 സീറ്റ് വീതമുണ്ട്. ഇക്കൊല്ലം മുതൽ +2കാർക്കുള്ള ഡിപ്ലോമ നിർത്തുകയും PG ഡിപ്ലോമ പ്രോഗ്രാം വീണ്ടും 3 വർഷമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയതല പ്രവേശന പരീക്ഷയും 6 ദിവസത്തെ അവബോധ പരിപാടിയും അഭിമുഖവും വഴിയാണ് തിരഞ്ഞെടുപ്പ്. പോളി ലാറ്ററൽ എൻട്രി +2കാർക്ക് അവസരം. ഓൺലൈൻ അപേക്ഷ നാളെ മുതൽ 31 വരെ. കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിലെ 3 വർഷ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്ലോമ കോഴ്സുകളിലെ 3-ാം സെമസ്റ്റർ, അതായത് 2-ാം വർഷം ക്ലാസ്സിലേക്ക് ലാറ്ററൽ എൻട്രി വഴി പ്രവേശനത്തിന് നാളെ മുതൽ 31 വരെ അപേക്ഷ സ്വീകരിക്കും. 30-ന് മുൻപ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. സ്കൂളുകളിൽ 25-ന് ശുചീകരണ ദിനം. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി 25-ന് സ്കൂളുകളിൽ ശുചീകരണ ദിനം ആചരിക്കും. മന്ത്രി വി ശിവൻകുട്ടി വിളിച്ചു ചേർത്ത വിദ്യാർത്ഥി, യുവജന, തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശുചീകരണത്തിന് സംഘടനകളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കാലിക്കറ്റ് 4 വർഷ ബിരുദം അപേക്ഷ 1-ാം തീയതി വരെ. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിലെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് ജൂൺ 1-ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. 470 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST വിദ്യാർത്ഥികൾക്ക് 195 രൂപ. 3 വർഷത്തിന് ശേഷം UG ബിരുദവുമായി പഠനം അവസാനിപ്പിക്കാനും അവസരമുണ്ട്. 4-ാം വർഷം പഠിക്കുന്നവർക്ക് ഓണേഴ്സ് ബിരുദം, ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം എന്നിവയിലൊന്ന് തിരഞ്ഞെടുക്കാം. ശുഭദിനം. നന്ദി.